ഉത്സവ നാളുകൾക്ക് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അരങ്ങിലെത്തിക്കേണ്ട നാടകങ്ങൾ കളരിയിൽ സജീവമായി. കേരളത്തിലെ മിക്ക നാടക ഡാൻസ് ട്രൂപ്പുകളും റിഹേഴ്സൽ ക്യാമ്പുകൾ ആരംഭിച്ചു. മുൻ വർഷത്തേക്കാൾ കുറവാണ് ട്രൂപ്പുകൾ ഇക്കുറി രംഗത്തുള്ളത്. ഡിസംബർ ആദ്യവാരമാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഉത്സവം ആരംഭിക്കുന്നത്. മിക്ക ക്ഷേത്രങ്ങളിലും പരിപാടികൾ ബുക്ക് ചെയ്തു കഴിഞ്ഞു. നാടകങ്ങൾ അരങ്ങിലെത്തിക്കാനായി റിഹേഴ്സൽ ക്യാമ്പുകളും നാടകരചനയും തിരക്കിട്ട് നടക്കുന്നു. നടീനടന്മാരെ കണ്ടെത്താനായി ട്രൂപ്പ് ഉടമകളുടെ നെട്ടോട്ടവും ചെറുതല്ല. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലാണ് നാടക ട്രൂപ്പുകൾ ഏറെയുള്ളത്. വർഷങ്ങൾ പഴക്കമുള്ള കൊല്ലം യവന ഈ വർഷം വേദിയിലെത്തിക്കുന്നത് മഴ മാറി വന്ന പകൽ എന്ന നാടകമാണ്. സാമൂഹ്യരംഗത്തെ എല്ലാ പ്രശ്നങ്ങളെയും പ്രതിപാദിക്കുന്ന നാടകം അഡ്വക്കേറ്റ് മണിലാലാണ് രചന നിർവഹിച്ചിരിക്കുന്നത്. നാടകങ്ങൾ അരങ്ങിലെത്തിക്കുന്നതിന് മുമ്പ് നിരവധി കടമ്പകൾ ഉള്ളതായി ട്രൂപ്പ് ഉടമ കൊല്ലം ബാബു പറയുന്നു. നടീനടന്മാരെ കണ്ടെത്തുന്നതിനുള്ള ബുദ്ധിമുട്ടാണ് വലുത്. അണിയറ പ്രവർത്തകരെ കിട്ടാനില്ല. സാങ്കേതികമായി ഏറെ ഉയർച്ച ഉണ്ടായപ്പോഴും പലരും നാടകരംഗത്ത് ജോലി ചെയ്യാൻ തയ്യാറാകുന്നില്ല. റിഹേഴ്സൽ ക്യാമ്പുകളിൽ എത്തുന്നവരുടെ ബുദ്ധിമുട്ടുകൾ വേറെയുമുണ്ട്. മാസങ്ങളുടെ ശ്രമഫലമായാണ് ഒരു നാടകത്തെ അരങ്ങിലെത്തിക്കാൻ കഴിയുക. കൊല്ലം ബാബു പറയുന്നു. ഏത് കലാസൃഷ്ടി അവതരിപ്പിക്കുമ്പോഴും അതിനിപ്പോൾ കഥാപ്രസംഗമായാലും നാടകമായാലും സിനിമയായാലും അത് ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടാകണം, സംശുദ്ധമായ ലക്ഷ്യം ഉണ്ടാകണം. അതല്ലാതെ വെറുതെ ഒരു കഥ പറഞ്ഞുകൊണ്ടോ വെറുതെ ഒരു നാടകം അവതരിപ്പിച്ചുകൊണ്ടോ ഒന്നും കാര്യമില്ല. അതിനകത്തുനിന്ന് എന്തെങ്കിലും ഒന്ന് സ്വീകരിക്കാൻ പൊതുജനങ്ങൾക്കുണ്ടാകണം, എന്തെങ്കിലും ഒരു സന്ദേശം, അതിനകത്ത് എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ ഇതുണ്ടാവണം. അത് നോക്കിയ നാടകങ്ങളൊക്കെ ഇറങ്ങിയിട്ടുള്ളൂ. എന്നാൽ നാടകത്തെ ഗൗരവപൂർവ്വം കാണുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. നല്ല പ്രമേയങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. നാടകം അന്യം നിൽക്കുന്ന അവസ്ഥ മാറി. ഇപ്പോൾ നിരവധി നാടക പ്രവർത്തകരും സജീവമാണെന്ന് നാടകരചയിതാവ് അഡ്വക്കേറ്റ് മണിലാൽ പറഞ്ഞു. സാധാരണയിൽ നിന്ന് വിഭിന്നവും വ്യത്യസ്തമായ വിഷയങ്ങൾ ഉണ്ടായെങ്കിലേ നാടകം ഉണ്ടാവും. ഏത് സബ്ജക്റ്റിൽ അങ്ങനെ നാടകമുള്ള വിഷയങ്ങൾ കണ്ടെത്താതെ ഏത് വിഷയവും നാടകത്തിന് വിഷയമാക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ അത് നാടകമില്ലാതായി. അതിൽ ആസ്വാദനം പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ കഴിയാത്തൊരവസ്ഥ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നാടകവേദിക്ക് കാര്യമായ മാറ്റമുണ്ടായി. പക്ഷേ ഇന്നും ശ്രദ്ധേയമായ നാടകങ്ങൾ, ശക്തമായ നാടകങ്ങൾ കാണാൻ ഏത് ഭാഗത്തും ആളുകളുണ്ട്. അത് ശക്തമായ രീതിയിൽ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഓടുന്നുണ്ട്. അരങ്ങിൽ അവതരിപ്പിക്കുന്ന അതേ പ്രാധാന്യത്തോടെയാണ് റിഹേഴ്സൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. ലൈറ്റും സൗണ്ടും കർട്ടനുമെല്ലാം ഒരുക്കങ്ങളും പൂർത്തിയാക്കിയാണ് റിഹേഴ്സൽ നടക്കുന്നത്. സമയക്രമീകരണങ്ങൾ വരെ ചിട്ടപ്പെടുത്തിയുള്ള നാടകാവതരണം പൂർണ്ണതയിലെത്തിക്കും. പോരായ്മകൾ ചൂണ്ടിക്കാട്ടി തിരുത്താനും ഇത് വഴിയൊരുക്കും. ക്യാമറാമാൻ ജയമോഹൻ തമ്പിക്കൊപ്പം BR ശ്രീകുമാർ.